ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വീഡിയോയിലൊക്കെ വന്നിട്ട് നമ്മൾ 4 ദിവസം കഴിഞ്ഞ് 4 ദിവസം 5 ദിവസമൊക്കെ ആയിട്ടാവും. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഹൃദയം നിറഞ്ഞ സുപ്രഭാതം. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നലെ ശിവരാത്രിക്ക് അടിച്ചു വിളിച്ചോ? നമുക്ക് അടിച്ചു വിളിക്കാനൊന്നും പറ്റിയില്ല. ആ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഉണ്ണിയേട്ടൻ വാർത്ത വെച്ചിട്ട് കേൾക്കണില്ല. അപ്പം പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ, നമുക്ക് കുറച്ചൊരു പ്രശ്നം ഉണ്ടായിന്. എന്താ പ്രശ്നം വെച്ചാൽ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമ്മളവിടെ ഈ അടുപ്പിൻ്റെ പുകക്കുഴലിൻ്റെ ഉള്ളിൽ കടന്നല് കൂടിവിട്ടിട്ട് അതിനെ ഞാൻ 3 പ്രാവശ്യം തീയിട്ടിട്ട് കൊന്നുണ്ട്. അതൊക്കെ ഞാൻ സന്ധിക്കുകയാണ് ചെയ്യാറ്. പിന്നെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ഉണ്ടാവും. മോനും പിന്നെ അവിടെ ഏട്ടൻ്റെ മോളും മോളെ മക്കളും ആൺകുട്ടികളും പിന്നെ മോളെ ഹസ്ബൻഡും ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചൂട്ടൊക്കെ കത്തിച്ചിട്ട് നിലത്ത് വീണാലും ഒക്കെ കൊല്ലലാണ്. പക്ഷെ അത് കുറേ എന്നിട്ടും അവിടെ തന്നെ കൂടിട്ട് അങ്ങനെ ഞങ്ങൾ 3 പ്രാവശ്യം അതിനെ നശിപ്പിച്ച്. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാം, എന്നിനി 4 ദിവസം മുമ്പേ ഞാൻ പിന്നെ അമ്മായിനെ കിടക്കാൻ 11:30 പകല് നല്ല വെട്ടത്തിൽ. ഇതിന് രാത്രി കണ്ണാണില്ല, രാത്രിയാണ് ഇതിനെ നശിപ്പിക്കേണ്ടത്. ഞാൻ ഈ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ ചൂട്ടൊക്കെ കെട്ടി ഞാൻ പുകക്കോലിൻ്റെ അടിച്ച് തള്ളിയിട്ട് ഞാൻ തീയിട്ട് മേലും തീ വെച്ച് താഴെ തീ വെച്ച് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു കയ്യിൽ വലിയ മട്ടലിൻ്റെ മുകളിൽ, ഇത്രയും വലിയ മട്ടലിൻ്റെ മുകളിലാണ് ഞാൻ ഓലക്കണ്ണിയൊക്കെ കെട്ടി പണ്ടുണ്ടാക്കിയത്. അപ്പം ഒരു കയ്യിൽ പണ്ടും ഒരു കയ്യിൽ എന്താ വെച്ചാൽ ഇവന് പേപ്പർ ചുരുട്ടി വെച്ചിട്ട് വന്ന് അങ്ങനെ വീസാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ഞാൻ തീയിടുമ്പോഴത്തേന് ഞാൻ ഓർക്കാണ്ട് ഒന്ന് പറന്ന് വന്നിട്ട് നെറുവിൻ്റെ വട്ട ഒരൊറ്റ അവിടെ കടിച്ച് നിന്നിട്ട് ഞാൻ തട്ടിട്ട് ഞാൻ ചാടി കഴിക്കുക. അമ്മേൻ്റെ അകത്തേക്ക് ചാടി കഴിക്കുക. ആരുമില്ലല്ലോ. അങ്ങനെ ഞാൻ തട്ടിയിട്ട് എങ്ങനെയോ പോയി ഞാൻ ഇവിടെ ഓടി വന്ന് ലീനമോളെ വിളിച്ച് ലീനമോളപ്പോൾ കൂന്തള് ഓള് കുറച്ച് എനിക്കും തന്നേന് ഓള് നന്നാക്കിയേനെ. ഓളെ കയ്യിലങ്ങനെ കൂന്തം വശു അപ്പടി പിന്നെ പിന്നെ മഞ്ഞപ്പൊടി എടുത്തെന്ന് ഹസ്ബൻഡ് ഉണ്ടേനെ അന്ന് അവിടെ സുനി. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും പൊടിയെല്ലാം കൂടിയിട്ട് ഉരച്ച് ഞാൻ കഴുകി ഉരച്ച് അപ്പഴിന്നെ ഇവിടെ അങ്ങ് വീങ്ങി വരലും അവന് ഭയങ്കര പേടിയാണ്. സുനിക്ക് ഭയങ്കര പേടിയാണ്. ഒക്കെ ഡോക്ടറെ അടുത്ത് പോകണമെന്ന് പറഞ്ഞത്. പിന്നെ എനിക്കും തോന്നുന്നത് ഇതൊരു നമ്മളെ വല്ലാത്തൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ഒന്നും പറ്റരുതെന്ന് അറിയത് നമ്മളെ തിരുനെറ്റി അത്ര ഭഗവാന് തൃക്കനുള്ള സ്ഥലം. അപ്പോൾ തന്നെ ഞാൻ ഉണ്ണിയേട്ടനെ വിളിച്ച് ഏട്ടൻ ബാങ്കിലേക്ക് പോയതിന് ലോൺ അടയ്ക്കാൻ വേണ്ടി പോയത്. അപ്പടി ഉണ്ണിയേട്ടൻ ഓട്ടോറിക്ഷ വിളിച്ച് പെട്ടെന്ന് വന്നു. ഞാനങ്ങനെ വിളിക്കില്ല. ഉണ്ണിയേട്ടാ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ പാടന്ന് പട്ടച്ചോനെ എന്നോട് ഞാൻ പറഞ്ഞില്ലേ അതിന് ഞാൻ ശരിയാക്കാം 3 മാസമായി. മൂപ്പര് ഇതുവരെ ശരിയാക്കിയില്ല. ഞാൻ 3 പ്രാവശ്യം പണി കൊടുത്തതായാലും. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ബാക്കി ഭാഗമൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ആ വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നേക്ക് എനിക്ക് എന്ത് സംഭവിച്ചു, എന്തായിരുന്നു എൻ്റെ അവസ്ഥ ഒക്കെ ഞാൻ ഇതിലിടുന്നുണ്ട്. നല്ല മാറിയതിൻ്റെ ശേഷം മാത്രം ഉണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം ഞാൻ ഓക്കെ ആയി. ഇന്ന് 4ാമത്തെ ദിവസമാണ് കടന്നല് കിട്ടിയിട്ട്. അപ്പോൾ പിന്നെ എൻ്റെ ഉണ്ണിയേട്ടൻ എന്താ പറയുക എൻ്റെ അടുത്ത് പറഞ്ഞേ, അപ്പോൾ പറഞ്ഞു ഉണ്ണിയേട്ടൻ ഒരു വീഡിയോ ഇന്ന് ഞാൻ പിടിച്ചിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ എന്നോട് പറഞ്ഞേ ഈ അതിൻ്റെ അടുത്തേക്ക് പോകരുത്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ള സാധനം. അത് ദേവി പിന്നെ പെട്ടെന്ന് അസുരന്മാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു ജീവിനെ ഉണ്ടാക്കിയത്രേ പിന്നെ കടന്നില്ല. അപ്പം അത്രയ്ക്ക് അക്രമം. കാരണം അതിന് പോയ്സണാണ്. ആ പോയ്സണാണ് നമ്മളെ ആ അവസ്ഥയിലാക്കുന്നത്. പിന്നെ അങ്ങനെ ഉണ്ണിയേട്ടൻ്റെ ഫ്രണ്ട് ആയിട്ട് ഓട്ടോ ചെയ്തിട്ട് വന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ ടിറ്റി അടിച്ച് മരുന്നൊക്കെ തന്ന് വീട്ടിൽ വരുന്ന സമയത്ത് അവൻ പറയാം നിങ്ങളായത് തന്നായിട്ടോ വേറെ ആരാണ് മരിച്ചു പോകുന്നു. അപ്പോൾ ഞാൻ ഉണ്ണിയേട്ടനോട് പറയാം ഉണ്ണിയേട്ടൻ അവനോടൊന്നും ഉണ്ടാക്കാൻ പറയാം. അപ്പോൾ ഉണ്ണിയേട്ടക്കടാ ഓളോട് അങ്ങനെയൊന്നും പറയില്ല. എനിക്കേ ടെൻഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഞാൻ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്തായി പോകും. എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഞാനും ഹാപ്പിയാണ്. ഏത് ജീവിനെ നശിപ്പിക്കുമ്പോൾ 3 പ്രാവശ്യം അവർ ക്ഷമിച്ച് 4ാമത്തെ പ്രാവശ്യം എനിക്കൊരു കുത്തെങ്കിലും തന്നില്ലെങ്കിൽ ഓരോ ആ ജീവിൻ്റെ ഒരു അപമാനമായിരിക്കും. അതായിരിക്കും
അപ്പോൾ ഇനി ഡീസൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിൻ്റെ മുകളിൽ ഡീസൽ കൊണ്ടു തന്നിട്ടുണ്ട്. മാമി ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉണ്ണേട്ടൻ പറഞ്ഞിട്ട് ഈ അങ്ങോട്ട് പോകരുത് മോളിങ്ങനെ വിളിച്ചറിയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇന്നലെ ശിവരാത്രി മോളെ ആ സാധനത്തിന് അച്ഛൻ നശിപ്പിക്കൂല, നാളെ നശിപ്പിക്കുന്നറിട്ടാവോ. മൂപ്പരോട് എന്താ പറഞ്ഞാൽ അങ്ങനെയാണ് എന്നോട് നടക്കണം. അതിൻ്റെ അടുത്തേക്ക് പോയത് ഞാൻ ഇതുവരെ ചെയ്തില്ല. അപ്പം ഇത്രയ്ക്കുള്ളൂ. എൻ്റെ കുട്ടികൾക്ക് ഹാപ്പി ഡേ ആശംസിച്ചുകൊണ്ട് എനിക്ക് ഹാപ്പി ഡേ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കുട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കേട്ടോ. അപ്പം നമ്മളെ വീഡിയോയിലേക്ക് പോയിക്കോളൂ. കടന്നെല്ല് ഇവിടെ കുത്തിയിട്ട് ജീവൻ പോയി. ഇപ്പം ആക്കണ്ട് രാവിലെ 11 കുത്തിയതാ. ഇപ്പം സമയം 5:45. ഇതിൻ്റെ ശേഷം വേദനയൊക്കെ നിന്ന് ഇപ്പോഴും വേദന ഉണ്ട്. സഹിക്കാൻ പറ്റിയ വേദനയാണ്. ഹലോ, ഇന്നേക്ക് ഇങ്ങനെയാണ്. ഇവിടെ ഭയങ്കര വേദന കേട്ടോ. നിങ്ങൾക്കൊക്കെ കടന്നല് കുത്തിയാൽ ഇങ്ങനെ ഉണ്ടാവലുണ്ടോ? കടന്നല് കുത്തിയവരുണ്ടെങ്കിൽ പറയണം. തീരെ വയ്യ, എണീക്കാനൊന്നും വയ്യേന്. അമ്മായി എണീക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അമ്മായി കുളിക്കുകയൊക്കെ ചെയ്ത്. എന്നാലും ഞാൻ എണീച്ച് കുളിച്ച്. നമ്മളെ ഉണ്ണിയേട്ടന് എങ്ങനെയായാലും നീക്കണം, കുളിക്കണം, എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മളെ നീച്ച് കുളിച്ച് അമ്പലത്തിലൊക്കെ ചെയ്ത് കൊടുത്ത് വന്നതാണ്. നമ്മൾ സിന്ദൂരൊക്കെ തൊട്ട് ചന്ദനൊക്കെ തൊട്ട് അമ്പലത്തിൽ പോയി ഒരു റൗണ്ട് പ്രാർത്ഥിച്ചോളൂ. പിന്നെ ചപ്പാത്തിക്ക് ഒരു 5 ചപ്പാത്തിൻ്റെ ഉണ്ട റെഡിയാക്കിയാണ്. ചപ്പാത്തി അവിടെ ചുട്ടവിടെ കൊണ്ടുവച്ച് കൊടുക്കും. സോസ് ഉണ്ട് മേശപ്പുറത്ത്, അതും വെക്കും. ഇന്നത് കഴിക്കുക. കഞ്ഞി വെക്കും, അത് കുടിക്കുക. നമ്മളിവിടെ കിടക്കും. ഒരു വേദൻ്റെ ഗുളികയും കൂടി കുടിച്ച് അങ്ങോട്ട് കിടക്കും. മൂപ്പർക്ക് എപ്പോഴും എങ്ങനെയാ അറിയാം, രാവിലെ കുളിക്കണം. രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി, പണിയൊന്നും എടുക്കാൻ വേണ്ടിയിട്ടല്ല, അമ്പലത്തിൽ പോയി സിന്ദൂരും ചന്ദനമൊക്കെ ചാർത്തിയിട്ട് എപ്പോഴും എന്നെ കാണണം. അതുകൊണ്ടാണ് ആൾക്കൊന്നുമില്ല എണീക്കെന്ന് പറഞ്ഞത്. ഞാൻ കിടന്നാലേ മൂപ്പർക്ക് വിഷമ. ടാറ്റാ ബേബി. രാവിലെ ഉറങ്ങി നീച്ചില്ല. നമ്മളെ ഉണ്ണേട്ടന് സോസ് ചപ്പാത്തിയൊക്കെ റെഡിയാക്കി വെച്ചു. കാസറോള് രാവിലത്തെ ഭക്ഷണം ഉണ്ണേട്ടന് നല്ല ഭംഗിയിൽ വേണം കേട്ടോ. ഇന്ന് ഇങ്ങനെയാ ഭംഗി. നമ്മളിതാ അരി അടുപ്പത്തിട്ടിക്കണ. ഇന്ന് കഞ്ഞിയാണ്. എൻ്റെ മക്കൾക്ക് 2 കോരി വാർക്കും, ഊറ്റിയെടുക്കും. സീക്കും നട്സൊക്കെ. എൻ്റെ കുട്ടീനെ ഇന്നലെ അപ്പു വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു വീഡിയോ കോൾ ചെയ്യണ്ട, ഓളൊന്ന് വിളിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓനത് കാണിച്ചേ പറ്റൂ. എൻ്റെ മോള് 2 മുഖം പൊത്തി കരയേനു. ഇവിടെ ഞാൻ ഓനെ ചീത്ത അറിഞ്ഞിക്കുക, കാരണം ഒക്കെ പനിയാണ്. ഹലോ, അപ്പം ഇന്ന് നമ്മളെ 3ാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മളെ കടന്നെല്ല് കുത്തിയിട്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി. നീര് മൊത്തം വന്നപ്പോൾ ഇന്നലെ വൈകുന്നേരം രാത്രി 7 മണിയായപ്പോൾ പോയി. ഇവിടെ കുത്തിയിട്ട് നീര് ഇങ്ങോട്ട് ഇറങ്ങാത്ര. എന്നിട്ട് അതിൻ്റെ ആണി ഉണ്ടാവും. ആണിയും ഇവിടെ പഴുത്തിട്ട് ആണി അങ്ങ് പോകണം. ശരിയാണ്, നീര് വരുന്നുണ്ട് ഇപ്പോൾ അവിടുന്ന്. അത് കഴിഞ്ഞാലേ മാറുമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ബായ്. ഇതിപ്പോഴൊന്നും ഇടില്ല, നമ്മൾ നല്ല മാറിയിട്ട് ഇടുള്ളൂ കേട്ടോ. എൻ്റെ കുട്ടികൾക്കൊക്കെ ഗുഡ് മോർണിംഗ്. കടന്നെല്ലിനെ കണ്ടാൽ നിസ്സാരാക്കരുത്, ഓടി വിളിക്കണം. സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവുക. മർമ്മ സ്ഥലങ്ങളിലൊക്കെ കുത്തിയാൽ. ഇത് ഇവിടെ അതിനെക്കൊണ്ട് തലച്ചോറ് മുഴുവൻ അറിഞ്ഞു ആ വേദന. ഞാൻ ലക്സ ബേബി, ഹലോ. നമ്മളിന്ന് ശിവരാത്രി പ്രമാണിച്ച് ചോറ് വെച്ചു, വാർത്ത് വെച്ചു. ഇന്ന് നമുക്ക് ഒരു സാമ്പാറാണ്. തേങ്ങയൊന്നും വറുത്തരയ്ക്കാത്ത സാമ്പാറും പൊടി ഇട്ട സാമ്പാറാണ്. നമ്മളെ സാമ്പാർ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന സാമ്പാർ ആണെന്ന് വിചാരിക്കേണ്ട, അല്ല. പിന്നെ പപ്പടം.
എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. നിങ്ങൾ വിചാരിക്കും ഇതാ നമ്മളെ ശിവരാത്രി ആയിട്ട് ഇതാ വന്നേക്കണ. കുറച്ച് കഴിഞ്ഞിട്ട് തരാം. കഞ്ഞിവെള്ളത്തിന് വന്നതാ, മുക്കി അറിയിടാ അല്ലേ. ഇതാ കണ്ടില്ലേ, ഞാനിപ്പോൾ തടിച്ചതാണ്. പെട്ടെന്ന് തടിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ വെച്ച് ഇവിടെ നമ്മളെ കടന്നെല്ല് ഇന്നെ കുത്തിയിട്ട് ഇന്നേക്ക് 3 ദിവസമാവുന്നു. ഫസ്റ്റ് ദിവസം ഭയങ്കരമാണ്. അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നേക്കും. ഇന്ന് ശിവരാത്രി ആയിട്ട് നമുക്ക് ശിവൻ്റെ അടുത്തൊന്നും പോകാൻ പറ്റിയില്ല. ഈ കോലത്തിൽ എങ്ങനെയാ പോവുക? ശിവക്ഷേത്രത്തിൽ പോയി ചോറൊക്കെ കഴിക്കുന്നതാണ്. പ്രാർത്ഥിക്കാറുണ്ട്, ഒന്നും പറ്റിയില്ല. അപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ നല്ല ദിനം ആശംസിച്ചിട്ടുണ്ട്. ആരാ അമ്മനെയാ? മുത്തപ്പങ്കാവുന്ന് നിങ്ങൾ മുത്തപ്പങ്കാവ് പോയിനി? ഞങ്ങളോടൊന്നും പറയാതെ പോയി കാര്യം. അപ്പൊ അല്ലേ, മുത്തപ്പന്റെ അടുത്ത് കൊറേ ആയി ഒരു പോവാറിഞ്ഞിട്ട് പിന്നെ പോവാണ്ട് പോയപ്പോ ദേഷ്യം പിടിച്ചു. നിങ്ങൾ ശിവക്ഷേത്ര ചോറുന്നാൻ പോണ്ട. അതല്ല, മാമിനെ കണ്ടിട്ട് വരുന്നതിന് കുഴപ്പമുണ്ടോ? ഉണ്ടോ? നമുക്ക് ശിവക്ഷേത്രത്തിൽ പോയി ചോറുന്നാലോ? ഇനിയല്ല, പോവാല്ലേ? ഹലോ ഗൈസ്, എല്ലാവരും ശിവക്ഷേത്രത്തിൽ ചോറുന്നാൻ പോയി. ഞാനുണ്ട് നടത്തുന്നത് അവിടെ. നമ്മളെ വീടന്നെ ശിവക്ഷേത്രം അല്ലേ? നമ്മളെ വീടന്നെ ശിവക്ഷേത്രം. അമ്മായി അല്ലെങ്കിലും പോകുന്നില്ല കേട്ടോ, ഞാനേ പോകുന്നു. അപ്പം നമുക്ക് ഒരു ഓർഡിനറി സാമ്പാർ, അച്ചാറ്, പപ്പടം, ഈ ഡക്സിക്ക് എന്താണ്? നമുക്ക് ചോറ് വെച്ചാലോ? അപ്പം നമ്മൾ ചോറ് കഴിക്കാണ്. ഓ ചോന്നോയോ? കുഴപ്പമില്ല കേട്ടോ ചോറ്. കുലായിലിരുന്നിട്ടാണ് വീഡിയോയിലൊക്കെ ഒരു ചോപ്പ് പോവല്ലോ മുഖം അല്ലേ? കസാലിന്റെ ചോപ്പ് അടിക്കുക. ഇവിടെയൊക്കെ ചോപ്പ്. അപ്പം എല്ലാവർക്കും ശിവരാത്രി പ്രമാണിച്ച് ചോറ് കഴിക്കലുണ്ടോ നിങ്ങൾ? നമ്മൾ ചോറ് കഴിക്കുന്നുണ്ട്, ഒരിക്കലും ഉണ്ണൂട്ടോ ഞങ്ങൾ. ചിലരൊന്നും, എൻ്റെ നാത്തൂനൊന്നും, കുഞ്ഞി നാത്തൂനൊന്നും ചോറൊന്നുമില്ലായിരുന്നു. നമ്മൾ സ്വർണ്ണേച്ച് ചോറുന്നു, ശിവക്ഷേത്രത്തിൽ പറ്റി ചോറുന്നു. പറ്റാറ്റാ. ഇനി നല്ല മാറിയിട്ട് നമ്മൾ വീഡിയോയിൽ വരാം, കാർത്തികയായിട്ട് വരാം. ഓക്കേ. എൻ്റെ കുട്ടികൾക്കൊക്കെ ആ ശിവക്ഷേത്രത്തിൽ പോകാൻ എന്താ പറയുക, എല്ലാവരും ചോദിക്കും എന്താ പറ്റി. എല്ലാവരോടും കടന്നിൽ കുത്തി ഈ യൂട്യൂബിലിട്ട ലോകം മൊത്തം കാണും. എന്തായാലും നമ്മൾ ഇത് ഇടുന്നതായിരിക്കും. നമുക്ക് എന്ത് പറ്റിയാലും, എന്ത് സന്തോഷം ഉണ്ടായാലും, എന്ത് ദുഃഖം ഉണ്ടായാലും, എന്ത് ഇതുണ്ടായാലും നമ്മൾ ഷെയർ ചെയ്യും. അപ്പം ടാറ്റാ. വേനൽക്കിനാവിൻ്റെ ചെപ്പിൽ വീണു മയങ്ങുമെൻമുത്തേ, നിന്നെ താഴുകിത്തലോടാൻ നിർവൃതിയോടെ പുണരാൻ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കനക്കുന്നു മോഹം. മേലെ മേലെ മാനം നീലെ മണ്ണിൻ കൂടാരം, അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു.
ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് തേങ്ങാക്കൊത്തെല്ലാം ഇട്ടുകൊണ്ടിട്ട് ഒരു മുട്ടത്തോരനാണ്. മുട്ടത്തോരൻ തന്നെ പറയാം, തോരനല്ല. നമ്മളെ പുട്ടിന് ഉള്ളൊരു ഡിഷ്. നമ്മളെ പുട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാൽ നമ്മളെ ഉണ്ണേറിന് 3 കഷ്ണം പുട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. വെറുതെ വാങ്ങിക്ക് വെച്ചാൽ 3 കഷ്ണം ഒന്നും കഴിക്കില്ല കേട്ടോ, 2 കഷ്ണം കഴിക്കും. കഴിക്കൂ. പിന്നെ കടന്നെല്ല് കുത്തിയതിനെ പറ്റി 2 വാക്ക് എന്താ പറയണ്ടേ? പറയേ. കടന്നെല്ല് ഉണ്ണേട്ടാ പറയേ. കടന്നെല്ലിനെ കണ്ടാല് നിങ്ങക്ക് എന്താ പറയാണ്ടോ? കടന്നെല്ലിനെ അല്ല, നിങ്ങള് പറഞ്ഞില്ലേ ഞാൻ ദേവി അസുരന്മാരെ നേരിടാൻ വേണ്ടി പെട്ടെന്നുണ്ടാക്കിയൊരു സാധനമാണ് കടന്നെല്ലി. ശരി, കേട്ടല്ലോ. ബാക്കി ഞാൻ പറഞ്ഞോളാം. അപ്പൊ എല്ലാരും കണ്ടില്ലേ എന്റെ അവസ്ഥകൾ, ഞാൻ കടന്നുപോയ അവസ്ഥകളും എന്റെ വിരൂപം മുഖവും ഒക്കെ ഞാൻ അതിലിടുന്നുണ്ട്. ഒന്നും മറക്കണില്ല. എന്റെ സന്തോഷങ്ങളും എന്റെ സങ്കടങ്ങളും ഒക്കെ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നു. അപ്പൊ ടാറ്റാ, ബൈ ബൈ, ലവ് യു. ചക്കരമ്മ പഞ്ചാരമ്മ ഞാൻ ഓക്കെ ആയി. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇടും. ഡൺ.